മഴത്തോരു മുൻപ് എന്ന പരമ്പരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തതിനു ശേഷം വൈജയന്തി കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് മടങ്ങി. കാർ ഓടിച്ച് വീട്ടിലെത്തിയ വൈജയന്തി കമലയോട് പറയുകയാണ്, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. കമലയ്ക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വരികയാ. എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടത്ര ഗ്രൗണ്ട്സ് ഉണ്ടെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് കമല അമ്പരപ്പോടുകൂടി ചോദിക്കുകയാണ്, നീ കാര്യമായിട്ട് തന്നെ പറയുവാണോ ജയന്തി? പിന്നെന്താ, ഇത് കുട്ടിക്കളിയാണെന്നാണോ കമലയെടുത്ത് വിചാരിച്ചേ? വൈജയ്, ഇത് കുട്ടിക്കളി അല്ലെന്നാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. വഴക്കിട്ട് പിണങ്ങുന്നത് പോലെ അല്ല ബന്ധം പിരിയുന്നത്. പിണങ്ങിയാൽ ഇണങ്ങാൻ 100 സാധ്യതകളുണ്ട്. പക്ഷേ ബന്ധം ഒരിക്കൽ വേർപെടുത്തിയാൽ പിന്നെ ഒരിക്കലും അത് യോജിപ്പിക്കാൻ വഴിയില്ല. പിന്നീട് യോജിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ കമലയെടുത്ത് പിരിയുന്നത്. വൈജയ്, ബാലചന്ദ്രനും പിരിയുന്നതിനോട് അനുകൂലിച്ചാലോ? അത്രയും സന്തോഷം. കേസിന്റെ നൂലാമാലകൾ ഒരുപാട് ഒഴിവായി കിട്ടും. നീ നിന്റെ മക്കളുടെ കാര്യം ആലോചിച്ചോ? എന്താലോചിക്കാൻ? 2 പേര് പ്രായപൂർത്തിയായവരാ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള പക്വതയൊക്കെ അവർക്കുണ്ട്. അവരുടെ നിലപാട് എന്തായാലും എനിക്ക് വിരോധമില്ല. കൃഷ്ണമോളെ ഞാനിങ്ങി കൊണ്ടുപോരും. അപ്പം നീ 2ഉം കൽപ്പിച്ചു തന്നെയാ അല്ലേ? കമലയിടത്തി സംശയിക്കേണ്ട, 2ഉം കൽപ്പിച്ചു തന്നെയാണ്. വിവരമറിഞ്ഞപ്പോൾ ശിവശങ്കര മേനോൻ അനുജത്തിയോട് ദേഷ്യപ്പെട്ടു. അയാൾ പറയുകയാണ്, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 കോപം കൊണ്ട് ഇങ്ങോട്ട് പോരുമോ എന്നൊരു പഴഞ്ചൊല്ല്, അത് നീ ഓർത്തില്ലല്ലോ. അങ്ങോട്ട് ചാടുന്നത് നിൽക്കക്കള്ളിയില്ലാഞ്ഞിട്ടാ ശിവേട്ടാ. എനിക്ക് തിരിച്ചു പോരണ്ട. ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ബന്ധം പിരിയുന്നതും മറ്റും. പിണങ്ങി മാറി താമസിക്കുന്നത് പോലെ അല്ല അത്. കുറച്ചുകൂടി നീ ക്ഷമ കാണിക്കണമായിരുന്നു. എന്തിനാ ശിവേട്ട? എന്ത് കിട്ടാനാണ്? വൈജയ്, ബന്ധം വേർപിരിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടുമോ? ജീവനാംശം കിട്ടുമായിരിക്കും. അത് കിട്ടാൻ വേണ്ടിയാണോ നീ ഈ പണിയൊക്കെ കാണിക്കുന്നത്? ആർക്ക് വേണം ജീവനാംശം? കൈതക്കൽ മാളിക വീട്ടുകാരുടെ ആശ്രിതരായിരുന്നില്ലേ നെടുമ്പുരയ്ക്കൽ വീട്ടുകാർ? കുടുംബക്കാരെന്ന് പോലും പറയാൻ പറ്റുമോ? കുടികിടപ്പുകാരെന്നല്ലേ പറയേണ്ടത്? കോടതി കൽപ്പിക്കുന്ന നക്കാപ്പിച്ച അയാളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി വാങ്ങിയിട്ട് വേണോ ശിവേട്ട വൈജയന്തിക്ക് ജീവിക്കാൻ? പിന്നെ എന്ത് നേട്ടമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? അയാളുടെ ഭാര്യയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തെ അപമാനം മാറിക്കിട്ടുമല്ലോ. ആ നുകം എൻ്റെ കഴുത്തേന്ന് മാറ്റിയാലേ എനിക്കെൻ്റെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം വീണ്ടെടുക്കാൻ പറ്റൂ ശിവേട്ട. എന്നിട്ട് അത് കൊണ്ടുപോയി നീ പുഴുങ്ങി തിന്നുവോ? അതോ നട്ടു നനച്ചു വലിയ മരമാക്കി എടുത്തിട്ട് തടിമില്ലുകാർക്ക് വെട്ടി വിൽക്കുവോ? ശിവേട്ടൻ എന്തിനാ ഈ ക്ഷോഭിക്കുന്നത്? ഞാൻ ശിവേട്ടനോട് എനിക്ക് ചെലവിന് തരാൻ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. വൈജയ്, ഹരിയുടെ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വരാൻ പോവാ. അപ്പോൾ ബാലചന്ദ്രനെ പിണക്കി വിട്ടാൽ ഹരിക്കത് ദോഷമായി വരും. ശിവേട്ട, ഈ ഹരിയുടെ കേസും അയാളും തമ്മിൽ എന്താണ് ബന്ധം? അതെ, രോഹിത്താണ് ഈ കേസിലെ പ്രധാന സാക്ഷി. അലീന ചെന്ന് കാലു പിടിച്ചതുകൊണ്ട് മറ്റേ പെണ്ണ് അവന്റെ തല ഊരിവിട്ടല്ലോ. പക്ഷേ അവന്റെ സാക്ഷിമൊഴിക്ക് വലിയ വിലയുണ്ട്. 1ാമത്തെ ദൃക്സാക്ഷിയാണവൻ. ഹരിക്ക് ഫേവറായിട്ട് അവൻ മൊഴി നൽകിയില്ലെങ്കിൽ ഹരിയുടെ ഭാവി പോകും. അത് ശരി, അതിന് എന്നെയാണോ ശിവേട്ട ബലിയാടാക്കേണ്ടത്? നിന്നെ ആര് ബലിയാടാക്കിയെന്നായി പറയുന്നത്? ഹരിക്ക് വലിയ കേടില്ലാതെ രക്ഷപ്പെട്ടു പോരണമെങ്കിൽ നിന്റെ മകന്റെ മൊഴി തന്നെ ശരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഹരി നിരപരാധിയാണെന്നൊന്നും അവൻ പറയണ്ട. ഹരി ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി. ശിവേട്ട, ഈശ്വരനെ വിചാരിച്ച് ശിവേട്ടൻ എൻ്റെ കേസും ഹരിയുടെ കേസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതേ. ഒരപേക്ഷയാണ്. എടീ, രോഹിത് അലീനയുടെ കക്ഷിയാണെന്ന് നിനക്കറിയാലോ. നീ അലീനയും ബാലേന്ദ്രനെയും വെച്ച് രഹസ്യ ബന്ധം ആരോപിച്ച് കേസിന് പോയാൽ നിനക്ക് നിന്റെ മകന്റെ സപ്പോർട്ട് കിട്ടുമോ? ഹരിക്കു വേണ്ടി ബാലചന്ദ്രനോടോ അലീനയോടോ എനിക്ക് സംസാരിക്കാനുള്ള ചാൻസ് പോലും നീ കാരണം ഇല്ലാതെയാകും. ഞാനാണ് നിന്നെ ബാലചന്ദ്രനും അലീനയ്ക്കുമെതിരെ ഇളക്കി വിട്ടതെന്ന് മാത്രമേ അവർ കരുതൂ. യാതൊരു കാരണവശാലും അവരെന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. നിന്റെ എടുത്തുചാട്ടം കൊണ്ട് എൻ്റെ മകന്റെ ജീവിതമാണ് ത്രാസിൽ തൂങ്ങാൻ പോകുന്നത്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഹരി അത്ര നിരപരാധിയൊന്നും അല്ല ശിവേട്ട. കണ്ട കാര്യം കണ്ടില്ലെന്ന് രോഹിത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് ആ പെണ്ണിന്റെ മൊഴി കാരണമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അവൻ അവൾക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കുവോ ശിവേട്ട? നന്ദികേടല്ലേ അത്? വൈജയൻ, നന്ദികേട് കാട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹരി ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് കണ്ടില്ലെന്നവന് പറയാമല്ലോ. എന്നെ ഈ ഹരിയെയും സഹായിക്കേണ്ട കടമ നിനക്കുണ്ട്. നീ തന്നെ മുൻകൈയെടുത്ത് അലീനയോടും രോഹിത്തിനോടും ബാലചന്ദ്രനോടും സംസാരിച്ചാൽ ഹരിക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമായിരുന്നു. അലീനയും രോഹിത്തും മറ്റേ പെൺകുട്ടിയോട് വേണ്ടതുപോലെ പറഞ്ഞാൽ അവൾക്കും ഒരു അലിവ് തോന്നിയനെ. ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയല്ലേ വലുത്? എൻ്റെ മകനൊരു ആപത്ത് വന്നപ്പോൾ മിത്രമായിട്ട് ഉപകരിക്കേണ്ടതിന് പകരം നീ ശത്രുസ്ഥാനത്ത് നിന്ന് ദ്രോഹിക്കുന്നതിന് തുല്യമാ ഇപ്പോഴത്തെ നിന്റെ പ്രവർത്തികൾ. കൊള്ളാം. എൻ്റെ അവസ്ഥ കാണാനും എൻ്റെ കൂടെ നിൽക്കാനും ഒരു പിന്തുണയായിട്ട് ഞാൻ ശിവേട്ടനെയാ കണ്ടത്. എന്നിട്ടിപ്പോ സ്വന്തം മകന്റെ കാര്യം വന്നപ്പോൾ ശിവേട്ടന് ഞാൻ ശത്രുവായി അല്ലേ? എനിക്ക് മനസ്സിലായി ശിവേട്ട, എല്ലാവർക്കും അവനവനാണ് വലുത്. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടപ്പിറപ്പിനെ പോലും തള്ളിപ്പറയും. കാര്യലാഭത്തിനു വേണ്ടി ശത്രുവിന്റെ കാല് പിടിക്കാനും തയ്യാറാവും. ഞാനിപ്പോ എന്താ വേണ്ടത്? ഹരിക്ക് വേണ്ടി ബാലേട്ടന്റെ കാലിൽ ചെന്ന് വീഴണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചന്തയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരികെ ചെല്ലുന്ന പട്ടിച്ചിയെ പോലെ കടപ്പാട്ടൂരോട്ട് കയറി ചെല്ലണം. എന്നിട്ട് എൻ്റെ കുടുംബം നശിപ്പിച്ച് ആ മൂദേവിയുടെ മുൻപിൽ ചെന്ന് നിന്ന്
കഴിഞ്ഞതൊക്കെ മറന്ന് എൻ്റെ ആങ്ങളയുടെ മകൻ ഹരിയെ സഹായിക്കണമെന്ന് ഞാൻ കെഞ്ചണം അല്ലേ? വൈജയ്, അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. നീ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. അവരെ വെറുപ്പിക്കരുത് എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ആ, അവരെയും വെറുപ്പിക്കരുത്, ശിവേട്ടനെയും വെറുപ്പിക്കരുത്. വൈജയന്തി അങ്ങനെ എല്ലാവർക്കും ചവിട്ടി അരയ്ക്കുവാൻ പാകത്തിനുള്ളൊരു പുഴുവല്ല ശിവേട്ട. ഞാനിനി ഈ വീട്ടിൽ താമസിച്ചാലല്ലേ ശിവേട്ടന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കും എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ശിവേട്ടനും ഒരു മനപ്രയാസം ഉണ്ടാവും. അത്രയും പറഞ്ഞിട്ട് വൈജയന്തി തൻ്റെ മുറിയിലേക്ക് പോയി. ആ മുറി മുൻപ് ഹരിശങ്കറിൻ്റെതായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഹരിശങ്കർ കൊല്ലപ്പള്ളിയിലെ ആളുകളെ അഭിമുഖീകരിക്കുവാനുള്ള മടി കാരണം കോഴഞ്ചേരിയിലുള്ള അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ ഒഴിഞ്ഞുകിടന്ന മുറിയായിരുന്നു അത്. ശിവശങ്കരമേനോൻ വൈജയന്തിക്ക് അത് വിട്ടുകൊടുക്കുകയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ വൈജയന്തി ബാഗും പെട്ടിയും ഒക്കെ കാറിൽ കയറ്റി അവൾ യാത്ര പോകുവാൻ ഒരുങ്ങി വന്നു. എന്നിട്ട് ശിവശങ്കരമേനോന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ പോവാ ശിവേട്ട. ഇവിടെയും എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. മകളെ കൂട്ടുകിട്ടിയപ്പോൾ സന്തോഷിച്ചിരുന്ന സൗദാമിനി കുഞ്ഞമ്മയ്ക്ക് പോലും വൈജയന്തി പോവുകയാണെന്ന് കേട്ടത് വലിയ ഷോക്കായി. കമലയുടെ അവഗണനയ്ക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നവരുടെ ജീവിതത്തിന് വൈജയന്തി വന്നതോടെ ഒരു പുത്തൻ ഉണർവ് കിട്ടി തുടങ്ങിയിരുന്നു. അവർ ചോദിക്കുകയാണ്, നീ എങ്ങടാ മോളെ പോണേ? അതിൻ്റെ ആവശ്യം എന്താണ്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്? ഇത് എൻ്റെ വീടാ. എൻ്റെ കണ്ണടയുവോളം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. ആരും പറയില്ല നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. സൗദാമിനി അമ്മ മകളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തി, അമ്മയുടെ കണ്ണ് അടഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഈ തറവാട്ടിൽ വന്ന് താമസിക്കാൻ അവകാശമുണ്ട്. എൻ്റെ ഓഹരി ഇനിയും തീർത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് വൈജയന്തിയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയാൻ ഒരാളും വളർന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പോകുന്നവളുമല്ല ഈ വൈജയന്തി. പക്ഷേ കൂടെ നിൽക്കുന്നവർ കുതികാലി വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലമ്മേ. അങ്ങനെ ചിലരുണ്ടല്ലോ, തലയറുത്ത് താലത്തിൽ വെച്ച് കൊടുത്താൽ മാത്രം തൃപ്തിയാകുന്നവർ. മുഖം മുഷിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരേ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലമ്മേ. ഇവിടെ ഞാൻ വേറെ അടുപ്പ് കത്തിക്കേണ്ടി വരും. അത് വേണ്ട. വൈജയന്തി പോകാനിറങ്ങി. അപ്പോൾ സൗദാമിനിയമ്മ ശിവശങ്കരനോട് ചോദിക്കുകയാണ്, എന്താ ശിവശങ്കര ഇതൊക്കെ? അവൾ എന്നാ ചെയ്തിട്ടാ അവളോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞത്? കെട്ടിയവനും മക്കൾക്കും വേണ്ടാതെ ഇറക്കി വിട്ടവളാ. ഇവിടെയെങ്കിലും ഒരു ആശ്രയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു വന്നപ്പോ ഒന്നുമില്ലമ്മേ, അവളുടെ അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോവുക. ഞാൻ അവളോട് പോകാൻ പറഞ്ഞില്ല. ബാലചന്ദ്രനെതിരെ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ട് വന്നപ്പം അത്രയും എടുത്തുചാട്ടം വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യജീവികളല്ലേ അമ്മേ, പരസ്പരം സഹായം ചോദിച്ചും സഹായിച്ചുമൊക്കെ അല്ലേ ജീവിക്കേണ്ടത്? അവൾക്ക് ആരുടെയും സഹായം വേണ്ട. ആരുടെയും മുമ്പിൽ തല കുനിക്കില്ല. ആരെയും വകവയ്ക്കത്തില്ല. ആരെയും സഹായിക്കത്തുമില്ല. ചുറ്റുമുള്ളവരെ വെല്ലുവിളിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു ജന്മം. ശിവശങ്കരമേനോൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ വൈജയന്തി ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് തുറന്നു കിടന്ന ഗേറ്റിന് നേർക്ക് ഓടിച്ചുപോയി. തുടർന്ന് കാണുന്നത് അലീനയാണ്. കരുണാലയത്തിൽ പോയതായിരുന്നു അലീന. മുൻപ് കടപ്പാട്ടൂർ വീട്ടിൽ താമസിച്ചപ്പോൾ കിട്ടുന്ന ശമ്പളവുമായി മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങി ഷാജിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി അലീന ഇവിടെ എത്തിച്ചു കൊടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും അലീനയെ കണ്ടപ്പോൾ കരുണാലയത്തിലെ കന്യാസ്ത്രീകൾക്ക് അതിശയമായിരുന്നു. മുൻപ് വരാറുള്ളതുപോലെ ഇത്തവണയും ഷാജിയുടെ ഓട്ടോയിൽ അരിയും മൈദയും ആട്ടയും പഞ്ചസാരയും പലവ്യഞ്ജനങ്ങളടങ്ങിയ ചാക്കുകളും ഒക്കെ ആയിട്ടാണ് അവൾ എത്തിയത്. ഓർഫനേജിലെ അന്തേവാസികൾക്ക് കൊടുക്കുവാൻ വേണ്ടി മധുര പലഹാരങ്ങളും അവൾ കരുതിയിരുന്നു. അതെല്ലാം അവൾ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ ഓർഫനേജിന്റെ ചുമതലക്കാരിയായ സിസ്റ്റർ ഏഞ്ചലീന ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാ മോളെ? അങ്ങ് കുളത്തുപുഴയാ, പുനലൂർക്കടുത്ത്. അവിടെ എന്താ, ജോലിയാണോ? അല്ല, പപ്പയുടെ കൂടെയാ. അലീന അനാഥയാണെന്നറിയാവുന്ന കന്യാസ്ത്രീക്ക് അതൊരു അത്ഭുതമായിരുന്നു. അവൾ പറയുകയാണ്, യേശു എന്നെ ഓരോ വഴികളിലൂടെ നടത്തി. ഓരോരുത്തരെയും കാണിച്ചു തന്നു. ചിലർക്ക് എന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കിട്ടിയതാ ഒടുക്കം എൻ്റെ പപ്പയെ എനിക്ക്. കന്യാസ്ത്രീകൾക്ക് അതേപ്പറ്റി കൂടുതൽ കേൾക്കുവാൻ കൗതുകമുണ്ടായിരുന്നു. അതുകൊണ്ട് അലീന ശരണ്യയോട് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഒരുപാട് സ്നേഹിക്കുകയും കുറെ കാലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ വേർപിരിയേണ്ടി വന്ന ഒരമ്മയ്ക്കും അച്ഛനുമുണ്ടായ മകളാണ് ഞാൻ. ഏറ്റെടുക്കുവാനും സംരക്ഷിക്കുവാനും ആരുമില്ലാതെ അനാഥാലയത്തിൽ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടു. വളരെ കാലത്തിനു ശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ട ചിലർ അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് എനിക്ക് പപ്പയുണ്ടെന്നും അതാരാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത്. കഥയെല്ലാം കേട്ടുകൊണ്ട് അതുവരെ മൗനമായിരുന്ന സിസ്റ്റർ ഏഞ്ചലീന ചോദിക്കുകയാണ്, എന്നിട്ട് നിന്റെ പപ്പ നിന്നെ യാതൊരു മടിയും കൂടാതെ അങ്ങ് സ്വീകരിച്ചോ? തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാലും പപ്പയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിസ്റ്റർ വീണ്ടും ചോദിക്കുകയാണ്, പപ്പയെ കണ്ടുപിടിച്ചെങ്കിൽ മമ്മിയെ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കുമല്ലോ. മോൾ അന്വേഷിച്ചില്ലേ? ആരാണെന്നൊക്കെ അറിയാം സിസ്റ്റർ, പക്ഷേ തടസ്സങ്ങളുണ്ട്. അറിയാമെങ്കിലും പറയാൻ വയ്യ. അത് വേറൊരു കുടുംബമാണ്. പുരുഷന്റെ അത്ര സ്വാതന്ത്ര്യമില്ലല്ലോ സ്ത്രീക്ക്. അലീന അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ഷാജി തിരിച്ചു പോകുവാൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. കടപ്പാട്ടൂരെ പഴയ വീട്ടിൽ എല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാണെന്നും താമസിയാതെ മടങ്ങിപ്പോകുമെന്നും അലീന അവരോട് പറഞ്ഞു. കന്യാസ്ത്രീകൾ നൽകിയ ചായ കഴിച്ചുകൊണ്ട് അവൾ മടങ്ങി. ഷാജി ചോദിക്കുകയാണ് പോകുന്ന വഴിക്ക്, ടൗണിലിറക്കി വിട്ടാ പോരെ?
അയ്യോ പോരാ, വീട്ടിലെത്തിക്കണം. അവിടെ ചെന്നിട്ട് ഒരുപാട് പണി തീർക്കാനുണ്ട് എനിക്ക്. ഷാജി അവളെ കടപ്പാട്ടൂരെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അലീന സിറ്റ് ഔട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കൃഷ്ണജി അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയ ആളാ. കൊള്ളാം, നേരെ ഉച്ചയായി. ഇനി എപ്പോഴാ ചോറും കറിയും വല്ലതും വെച്ച് കഴിക്കുന്നേ? ഓ, 12 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. 2 മണിക്ക് മുമ്പ് ചോറ് കിട്ടിയാ പോരെ? അപ്പോൾ കൃഷ്ണജ കുസൃതി ചിരിയോടുകൂടി പറയുകയാണ്, പോരാ പോരാ, 1 മണിക്ക് തന്നെ കഴിക്കാൻ കിട്ടണം. അതിനിപ്പോ 1 മണിക്കൂറും കൂടെ ഉള്ളല്ലോ. ഇല്ലില്ല, ഒരു രക്ഷയില്ല. നിനക്ക് എന്നാടി അത്രയ്ക്കങ്ങ് വിശപ്പ് കയറിയോ? ആ, എനിക്ക് ഭയങ്കര വിശപ്പാണ്. എന്തോ കള്ളത്തരമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നു. അവിടെ ചോറും കറികളും എല്ലാം റെഡിയായിരിക്കുകയാ. ഓരോ പാത്രത്തിൻ്റെയും മൂടി തുറന്നപ്പോൾ മുഖത്തേക്ക് ആവിയടിച്ചു. അലീന കിച്ചണിൽ ആകെ ഒന്ന് കണ്ണോടിച്ചു. എല്ലായിടവും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. താൻ തിരിച്ചു വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ച് സിങ്കിൽ കൂട്ടിയിട്ടിരുന്ന പാത്രങ്ങൾ അത്രയും കഴുകി കമിഴ്ത്തി വെച്ചിരിക്കുന്നു. അലീന ഊണുമുറിയിലേക്ക് ചെന്നപ്പോൾ കൃഷ്ണജ ഒരു കള്ളച്ചിരിയോടെ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്നൊരു കപടദേഷ്യം മുഖത്ത് വരുത്തിക്കൊണ്ട് അലീന ചോദിക്കുകയാണ്, ആരാടി ഈ അതിക്രമമൊക്കെ ഇവിടെ കാണിച്ചത്? അതോ ബബിത ചേച്ചി. അവളോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? എന്നിട്ട് അവളെവിടെ? തുടർന്ന് അലീന ബബിതയുടെ റൂമിന്റെ വാതിക്കൽ ചെന്ന് നോക്കി. അപ്പോൾ കൃഷ്ണജ വീണ്ടും പറയുകയാണ്, വാഷ് ചെയ്യൂ അലീന ചേച്ചി. ഉടൻ തന്നെ അലീന വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നിടത്ത് ചെന്ന് നോക്കി. അവിടെ മെഷീനിലും അതിന്റെ ചുവട്ടിലും കഴുകാനായി കൂട്ടിയിട്ടിരുന്ന തുണികളൊന്നും തന്നെ ഇല്ല. അലീന പെട്ടെന്ന് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. അയകൾ നിറയെ അലക്കി വിരിച്ചിരിക്കുന്ന തുണികൾ. അക്കൂട്ടത്തിൽ തന്റെ മുഴിഞ്ഞ ഡ്രസ്സും അടിവസ്ത്രങ്ങൾ പോലും ബബിത അലക്കി വിരിച്ചിട്ടിരിക്കുന്നു. അലക്കുകല്ലിന് സമീപം നിന്ന് ഹാൻഡ് വാഷ് ചെയ്യേണ്ട ഡ്രസ്സ് ബക്കറ്റിലെ സോപ്പ് വെള്ളത്തിലിട്ട് തിരുമി കഴുകുകയാണ് ബബിത. അലീന വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. ചെയ്യുന്ന ജോലിയിൽ ബദ്ധ ശ്രദ്ധയിലാണ്. അലീന പിൻപിൽ ചെന്നൊന്ന് വിളിച്ചു, മോളൂ. ബബിത പെട്ടെന്ന് തല തിരിച്ചു നോക്കി. പിന്നെ കിതച്ചുകൊണ്ടങ്ങ് നിവർന്നു. അലീന ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. മതി മതി, അതൊക്കെ അവിടെ വെച്ചേക്ക്, ഇനി ഞാൻ ചെയ്തോളാം. അലീന അവൾ തിരുമ്മിക്കൊണ്ടിരുന്ന ചുരിദാറിൽ കയറി പിടിച്ചു. വേണ്ട, എനിക്കിത് തീർക്കണം. നീ മടുത്തു മോളെ. സാരമില്ല, നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് എടുത്ത് കഴുകിയത്? ഓ അതോ, ഞാനേ അലീന ചേച്ചിയെ കൊണ്ട് എന്തുമാത്രം എൻ്റെ ഡ്രസ്സ് കഴുകിച്ചിട്ടുണ്ട്. അതും അത്രമാത്രം മുഷിഞ്ഞ ഡ്രസ്സൊക്കെ. ഒരു വാശിക്ക് എൻ്റെ അണ്ടർ സ്കേർട്ടും പാൻറ്റീസും പോലും. അലീന ചേച്ചിക്ക് അറിയായിരുന്നു ഞാൻ വൈരാഗ്യം തീർക്കുകയാണെന്ന്, ഇല്ലേ? എന്നിട്ടും ഒരു പരാതിയും പറയാതെ, ഒരു ഇഷ്ടക്കേടും കാട്ടാതെ എല്ലാം ചെയ്തു തന്നില്ലേ? ഞാൻ അതെല്ലാം ഓർത്തു. അപ്പോൾ അലീന പറയുകയാണ്, നിനക്കറിയാത്ത വേറൊന്നുകൂടി എനിക്കറിയാമായിരുന്നല്ലോ മോളെ, നീ എൻ്റെ ആരാണെന്ന്. ആ, അതും ഞാൻ ആലോചിച്ചു. സ്വന്തം അമ്മയും അനുജത്തിയും ഒക്കെ ആണല്ലോ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം വിഷമിച്ചു കാണും അലീന ചേച്ചി. ഞാനായിരുന്നെങ്കിൽ എൻ്റെ ചങ്കു പൊട്ടിപ്പോയനെ. അത് പറയുമ്പോൾ ബബിതയുടെ തൊണ്ടയിടറി. വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട് മോളെ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, വേറെ ആരുമല്ലല്ലോ, എൻ്റെ സ്വന്തം അമ്മയല്ലേ, എൻ്റെ കൂടപ്പുറപ്പുകളല്ലേ, അവരറിയാതെ ചെയ്യുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് സങ്കടം അങ്ങ് അലിഞ്ഞില്ലാതെയായി പോവും. ആ, എന്തായാലും ഇപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ആ കടങ്ങളൊക്കെ വീട്ടണ്ടേ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. അലീനയ്ക്ക് അത് കേട്ടിട്ട് സങ്കടം വന്നു. വയ്യാഞ്ഞിട്ട് എളിക്ക് കയ്യൂന്നി അല്പം വളഞ്ഞാണ് ബബിതയുടെ നിൽപ്പ്. നീ കടം വീട്ടിക്കോ മോളെ, നിനക്കിപ്പോൾ വയ്യല്ലോ. ആരോഗ്യമെല്ലാം തിരിച്ചു കിട്ടിയിട്ട് നീ എന്തു വേണമെങ്കിലും ചെയ്തു. ഓ, അന്നേരം അലീന ചേച്ചി എനിക്ക് കിട്ടിയില്ലെങ്കിലോ? സാരമില്ല, എനിക്ക് പറ്റും. ചേച്ചിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് എവിടെ നിന്നോ ഒരു ശക്തി കിട്ടി. അതുമാത്രവുമല്ല, അലീന ചേച്ചി എന്നോട് ഇതുവരെ പറയാത്തൊരു രഹസ്യം കൂടി ഞാൻ കണ്ടുപിടിച്ചു. രഹസ്യമോ? എന്താ അത്? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിഷമമല്ല തോന്നുന്നേ, സങ്കടമാണെന്ന്. അത് കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾക്ക് ബബിതയെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. കൃഷ്ണ പിൻവരാന്തയിൽ നിന്ന് അലീനയെ ആ സമയത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. ബബിത അവശേഷിച്ചിരുന്ന ഡ്രസ്സ് കൂടി ഹാൻഡ് വാഷ് ചെയ്ത് അയയിൽ വിരിച്ചു. അവൾ ജോലി തീർക്കും വരെ അലീനയും ഒപ്പം നിന്നു. 1 മണി കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രമേനോൻ ഊണ് കഴിക്കാനെത്തി. ബബിതയാണ് പ്ലേറ്റുകൾ നിരത്തിയതും ഊണ് വിളമ്പിയതും. തൻ്റെ മകൾ മന്ദഹസിക്കുന്നതും സംസാരിക്കുന്നതും ജോലി ചെയ്യുന്നതും കണ്ടപ്പോൾ ബാലചന്ദ്രമേനോന് ഭയങ്കര ആശ്വാസമായി. മരണത്തിൽ നിന്നും അവൾ തിരികെ വന്നിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന ഈ മനംമാറ്റത്തിൽ അലീനയുടെ പങ്ക് വളരെ വലുതാണെന്ന് അയാൾക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, ഇന്നത്തെ ഊണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അച്ഛന് പറയാവോ? ബാലചന്ദ്രമേനോൻ ആകെ കൂടി ഒരു മനക്കണക്ക് കൂട്ടിയിട്ട് പറയുകയാണ്, ബബിതയും കൂടി പാചകത്തിന് സഹായിച്ചായിരിക്കും അല്ലേ? ഉത്തരം പാതി ശരിയാണ്, 5 മാർക്ക് തരാം. ബാക്കി 5ഉം പാചകത്തിന്റെ 10ഉം ബബിതയ്ക്കുള്ളതാണ്. ബബിതയാണ് ഇന്നത്തെ കുക്കിംഗ് മുഴുവൻ ചെയ്തത്. പെട്ടെന്ന് ബാലചന്ദ്രൻ ഒരു വിസ്മയത്തോടു കൂടി പറയുകയാണ്, ഓ ഫാന്റാസ്റ്റിക്. അയാളത് പറഞ്ഞു വായിൽ നാക്കിടുന്നതിന് മുൻപ് തന്നെ കൃഷ്ണജിയുടെ കളിയാക്കലെത്തി. ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. കണ്ടോ അച്ഛാ, കണ്ടോ അവളുടെ കുശുമ്പ് കണ്ടോ? അലീന പരാതിപ്പെട്ടു. അപ്പോൾ വീണ്ടും കൃഷ്ണജ പറയുകയാണ്, ആ എനിക്കിത്തിരി കുശുമ്പൊക്കെ ഉണ്ടേ.
പണ്ട് ഇവളൊന്നും തിരിഞ്ഞു പോലും നോക്കാത്ത കാലത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അലീന ചേച്ചിക്കൊരു കൂട്ട്. ഇപ്പൊ എത്ര പേരാണ് അവകാശികൾ? ഞാനൊക്കെ റണ്ണൗട്ട്. അവൾ പറഞ്ഞത് അലീനയ്ക്ക് മനസ്സിൽ കൊണ്ടു. അന്നും ഇന്നും താൻ ആരാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിച്ചവൾ കൃഷ്ണജ മാത്രമാണെന്ന് അലീനയ്ക്കറിയാം. അവൾ പറയുകയാണ്, ഞാൻ ബബിതയുടെ അടുത്ത് ഇപ്പൊ കുറച്ച് സ്നേഹ കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അവൾക്കല്ലേ ഇപ്പോൾ ആരും കൂട്ടില്ലാതെ പോയത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അലീന വല്ലാത്തൊരു സങ്കടത്തോടു കൂടിയാണ് അത് പറഞ്ഞു നിർത്തിയത്. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ വിഷയം മാറ്റി കൃഷ്ണജയോട് ചോദിക്കുക, നിനക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ഇല്ലച്ചാ, ഇന്ന് യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. ഊണ് കഴിഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ കടയിലേക്ക് തിരിച്ചുപോയി. അലീന ബബിതയോട് പറയുകയാണ്, നിനക്കിന്ന് നല്ല ക്ഷീണമുണ്ട്, കുറച്ചു നേരം കിടന്നു. ചേച്ചിയും കൂടെ വാ. ഞാൻ വരാം മോളെ, ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അരമണിക്കൂർ കഴിഞ്ഞ് അലീന ചെല്ലുമ്പോൾ ബബിത കാത്തു കിടക്കുകയാണ്. അലീന ബെഡിലേക്ക് എത്തിയ ഉടൻ തന്നെ ബബിത അവളുടെ കൈത്തണ്ടയിലേക്ക് മുഖപാർശ്വമണച്ച് അഭിമുഖമായി കിടന്നു. അലീന അപ്പോൾ അവളുടെ ശിരസിലൂടെ കൈ ഒടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞതുപോലെ. ഉടനെ ബബിത പറയുകയാണ്, ഇനി എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം ചേച്ചി. പക്ഷേ അലീന ചേച്ചി വേണം എൻ്റെ കൂടെ. അയ്യോ, എന്നും എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ മോളെ. എൻ്റെ മനസ്സ് നിന്റെ കൂടെ ഉണ്ടായാൽ പോരെ, അത് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. പോരാ, ഞാൻ വേണ്ടെന്ന് വെച്ചതാ ചേച്ചി ഈ ജീവിതം. അലീന ചേച്ചി കാരണമാ പിന്നെയും ഞാൻ തിരുത്തുവാൻ തയ്യാറായത്. അപ്പോൾ അലീന, മോളെ, എവിടെയൊക്കെ പോയാലും നമുക്ക് തിരിച്ചു വരാം. പക്ഷേ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയാലോ? ഈ ഭൂമിയിൽ ഇങ്ങനൊരു ജീവിതം പിന്നെ കിട്ടുമോ? അച്ഛൻ്റെ മോളായി, അമ്മയുടെ തൽസ്വരൂപമായി, കൃഷ്ണമോളുടെ ചേച്ചിയായി, എൻ്റെയും രോഹിത്തിൻ്റെയും അനുജത്തിയായി ഇതേ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും തിരിച്ചു വരുവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മരണം ഒരു ഇരുട്ടല്ലേ മോളെ? ആകാശവും നക്ഷത്രങ്ങളും നിലാവും കാറ്റും മലകളും സമുദ്രങ്ങളും മരങ്ങളും ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും തുമ്പികളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും നിറവും മണവും ശബ്ദവും വെളിച്ചവും എല്ലാമുള്ള ഈ ലോകത്തു നിന്ന് ആ ഇരുട്ടിലേക്ക് ആരോടും പറയാതെ ഒളിച്ചു പോകുവാൻ നിനക്ക് എങ്ങനെ തോന്നി? അലീന അവളെ തലോടിക്കൊണ്ട് അലിവോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. അപ്പോൾ ബബിത പറയുകയാണ്, അലീന ചേച്ചി എന്നോട് ചോദിച്ചില്ല എന്തായിരുന്നു കാരണമെന്ന്. നീ പറയുമെന്ന് എനിക്കറിയാം. ചോദിക്കാതെ തന്നെ നിന്റെ മനസ്സ് അതിന് പാകപ്പെടട്ടെ എന്ന് ഞാൻ കരുതി. ഞാൻ പറയാം ചേച്ചി, ഞാൻ പറയാം. ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. ഈ ലോകത്ത് ആരോടും പറയാതെ പോണമെന്ന് വിചാരിച്ചതാ. ഇനി എനിക്കത് താങ്ങാൻ വയ്യ. അലീന ചേച്ചിയെങ്കിലും അറിയണം. പറഞ്ഞു മോളെ, ഞാൻ കേൾക്കാം. അലീന അവളുടെ കവളത്തേക്ക് കൈത്തലമർപ്പിച്ച് മൗനമായി കിടന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.